ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിന്നിവിടെ കാണിക്കുന്നത് എൻ്റെ ഒരു ഈവനിങ് ആണ് കേട്ടോ. ഈവനിങ് റൊട്ടീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്ന് ഫുൾ മൂൺ ആയിരുന്നു കേട്ടോ, അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്നും ഞങ്ങളിങ്ങനെ മുറ്റത്തൊന്നും ഇറങ്ങാറില്ല. ഇന്നിപ്പോൾ കാക്ക എന്നിപ്പോൾ പറഞ്ഞാൽ നമുക്കൊന്ന് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം മക്കൾക്ക് ചെരുപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഒരു ഫുൾ പാൻറ്റൊക്കെ ഇട്ടുകൊടുത്തിട്ടാട്ടോ ഇറക്കിയത്. എന്താ വെച്ചാൽ അവർ ഇടയ്ക്കിടയ്ക്ക് ആ മുറ്റത്ത് ഇരിക്കും, ചിലപ്പോൾ മുട്ടുത്തി വീഴാനൊക്കെ പോവും. അപ്പോൾ മുട്ടൊന്നും പൊട്ടണ്ട കഴിച്ചിട്ട് വേഗം ഒരു ഫുൾ പാൻറ്റൊക്കെ ഇട്ട് കൊടുത്ത് അവരെ ഇറക്കി. ഒരുപാട് മുറ്റുണ്ട് കേട്ടോ നമ്മുടെ വില്ലേക്ക്. അപ്പോൾ മക്കൾ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാലും അവർക്ക് കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്, നമ്മളവിടെ നോക്കി നിന്നാൽ മതി. അപ്പോൾ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു സംഭവം കണ്ടു കേട്ടോ. അവിടെ ഒരു സൈക്കിൾ കണ്ടു. ഇവിടെ ഉള്ള ആരുതും ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ സൈക്കിൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വേഗം അതെടുത്ത് ഒരുപാട് റൗണ്ട് ഞാൻ ഓടിച്ചു കിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി സൈക്കിൾ കണ്ടപ്പോൾ. പിന്നെ ഇതാ പുറത്തൊക്കെ കളിച്ച് വന്നപ്പോൾ രണ്ടാളും മേലും നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാൾ വേഗം മേല് കഴുകി. പിന്നെ രാത്രിക്കുള്ള ചപ്പാത്തീൻ്റെ പണി നോക്കാം കേട്ടോ. അപ്പോൾ എനിക്കും കുറേ നേരമായിട്ടുണ്ട്. പിന്നെ അവർക്കുള്ള കുറുക്ക് വേഗം ഉണ്ടാക്കി. രാത്രി ഞാൻ ഇപ്പോഴും മുത്താറ് കേട്ടോ കൊടുക്കുന്നത്. അല്ലാത്ത നേരമൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കൊടുക്കും. രാത്രി പിന്നെ എനിക്ക് വേഗം പണി തീരാനും അവർക്ക് വയറ് ഫില്ലാവാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വേഗം മുത്താറ് കേട്ടോ കൊടുക്കുക. അപ്പോൾ അവരുടെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വേഗം വന്ന് ചപ്പാത്തി പരുത്താം കേട്ടോ. അപ്പോൾ ചപ്പാത്തി ആയിക്കഴിഞ്ഞാൽ വേഗം ഫുഡ് കഴിക്കാമല്ലോ. രാത്രിയിലത്തെ ഫുഡ് നേരത്തെ കഴിക്കണം എന്നല്ലേ പറയാൻ. പക്ഷേ നേരത്തെ കഴിക്കാനൊന്നും കഴിയലൊന്നുമില്ല. എന്നാലും മാക്സിമം നേരത്തെ ആക്കാൻ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ട്. ഇന്ന് ഞാൻ നെയ്ച്ചോറും ബീഫ് കുറുമയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ചപ്പാത്തിയിലേക്ക് നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ പിന്നെ കുറുമയും ചൂടാക്കി വേഗം ചപ്പാത്തി റെഡിയാക്കി. പിന്നെ ഞാനൊക്കെ ആക്കി വേഗം അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണി നോക്കാം. ഞാൻ മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ നിന്ന്. ഒരാഴ്ചത്തേക്കുള്ള മീനും സാധനങ്ങളൊക്കെ അങ്ങനെ മേടിച്ച് വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ എടുത്തിട്ട് അത്യാവശ്യത്തിന് വേണ്ടത് ഇങ്ങനെ എടുത്തിട്ട് ഒക്കെ ക്ലീനാക്കിയിട്ട് മസാലയൊക്കെ തേച്ച് ബോക്സിലാക്കിയിട്ട് ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ളത് ബോക്സിലാക്കിയിട്ട് ഞാനിങ്ങനെ ഫ്രീസറിൽ വെക്കുക ചെയ്യുക. ചപ്പാത്തി ഞാനിങ്ങനെ പിന്നെ വെള്ളം നമ്മുടെ പത്തിരിക്കൊക്കെ വാട്ടിക്കൊഴിക്കുന്ന പോലെ വാട്ടിക്കൊഴിക്കുക ചെയ്യുക. അപ്പം നല്ല സോഫ്റ്റായിട്ട് നിൽക്കും കേട്ടോ ചപ്പാത്തി. എനിക്കിങ്ങനെ സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ് ഇഷ്ടം. അങ്ങനെ ഹാർഡായിട്ടുള്ള ഇഷ്ടമില്ല. ചിലർക്കൊക്കെ ഹാർഡായിട്ടുള്ളതാവില്ല ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ വേഗം ഫുഡ് കഴിക്കുകയാണ് രണ്ടാളും. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്കിനി ഒരുപാട് പണിയുണ്ട്. അപ്പോൾ അടുക്കള മുഴുവനും ഇങ്ങനെ ഇതൊക്കെ എല്ലാവരും വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആവില്ലേ. ഒക്കെ രാത്രിയൊക്കെ ആകുമ്പോൾ എല്ലാ പാത്രങ്ങളൊക്കെ ഒഴിച്ച് ഒരുപാട് പാത്രം കഴുകാനുണ്ടാവും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അലക്കാനുണ്ടായിരുന്നു. എന്നും ഉണ്ടാകും അലക്കാൻ. അപ്പോൾ ഞാൻ വേഗം അലക്കാനുള്ളത് മെഷീനിലേക്ക് ഇടുകയാണ്. എന്നാൽ പിന്നെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും മെഷീനിൽ അലക്കി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അത് കൊണ്ടുപോയി ഇടുകയാണ്. എന്നിട്ട് വേണം എനിക്കിനി പാത്രം കഴുകാനും മീൻ നന്നാക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ മീൻ നന്നാക്കാൻ അറിയാമെന്നില്ല, ജസ്റ്റ് ഒന്ന് കഴുകി ഒരു 3-4 വട്ടം കഴുകി മസാല തേക്കാനാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം കഴുകി ഊറ്റി വെച്ചു. പിന്നെ വേഗം മസാല ഇട്ടു. ഞാൻ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചെറുനാരങ്ങ നീരൊക്കെ തേച്ചിട്ടാട്ടോ ഞാൻ എല്ലാ മീനും ഞാനിങ്ങനെ തന്നെയാണ് മസാല തേച്ച് വെക്കാറുള്ളത്. പിന്നെ ഞാൻ വേഗം ഇങ്ങനെ ഓരോ ബോക്സിലാക്കി വെക്കും. അപ്പോൾ എനിക്ക് എടുക്കാൻ എളുപ്പമാണ്. ഇതൊക്കെ ഇവിടെ തേങ്ങ വാങ്ങുന്ന ബോക്സാട്ടോ, ഒന്നും കളയാൻ തോന്നൂല. ഇപ്പോൾ ഇവിടെ ഒരുപാട് ബോക്സ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും മെഷീൻ ഏകദേശം തിരിഞ്ഞ് കഴിയാറായിട്ടുണ്ട്. പിന്നെ വേഗം ഒക്കെ കിച്ചണൊക്കെ ക്ലീനാക്കി. മീനൊക്കെ കഴുകിയതല്ലേ, അപ്പോൾ അവിടെയൊക്കെ നന്നായി സോപ്പൊക്കെ തേച്ച് കഴുകിയൊക്കെ ക്ലീനാക്കി വെച്ചു. ഇന്ന് ഞാൻ ഒരു കാര്യം പാടെ മറന്നുപോയി കേട്ടോ. ഞാനിന്ന് ചോറ് വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വേഗം അപ്പോഴേക്കും 10:11 മണിയായിട്ടുണ്ട്. പിന്നെ വേഗം ചോറ് വെക്കാൻ രാവിലെ എന്തായാലും കഴിയില്ല. ചോറ് ഒരുപാട് മട്ട അരിയാണ്, അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ കുക്കറിൽ വെക്കും വേണം. ഫുൾ വിസിൽ പോണ വരെയൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഫുൾ വിസിൽ പോണ വരെ ഞാൻ അങ്ങനെ തന്നെ അടച്ച് വെച്ചതിൻ്റെ ശേഷമാണ് ഊറ്റി വെക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് വേഗം തിളപ്പിച്ച് ഊറ്റുകയാണ് ചെയ്യുക. എന്നാലും ഇത് വേവ് ഏറൊന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചോറ് വെക്കാനുള്ള പണി നോക്കുകയാണ്.
രാവിലെ ഈ പണിയും കൂടി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഗ്യാസ് അടുപ്പ് ഒഴിവായി കിട്ടൂല. ഫുള്ള് ഇതിൻ്റെ ബാക്കിൽ തന്നെ നിൽക്കേണ്ടി വരും. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആക്കാനുള്ളതല്ലേ. അപ്പോൾ അത് വേഗം വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മെഷീനിലിട്ടതൊക്കെ അപ്പോഴേക്കും ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം പിന്നെ ചിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ ആദ്യം ഇന്നലെ ഇട്ടതൊക്കെ സ്റ്റാൻഡിലുണ്ടായിരുന്നു, അതൊക്കെ വേഗം എടുത്തു വെച്ചു. അപ്പുറം ഇപ്പുറമൊക്കെ വേറെയും ഒരുപാട് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം ഇതിൽ നിന്ന് എടുത്തിട്ട് ആ സ്റ്റാൻഡിലേക്ക് വെച്ചു. എന്നാൽ പിന്നെ ഇതൊക്കെ ചിക്കിയിട്ട് പോകുമ്പോൾ ഇതോടു കൂടി എടുത്ത് പോവാലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ പിന്നെ ഒറ്റ പോക്കിന് എനിക്കിൻ്റെ കാര്യം നടക്കുമല്ലോ. അപ്പോൾ വേഗം വിരിക്കാനുള്ളതൊക്കെ വേഗം വിരിച്ചു. ഈ സ്റ്റാൻഡിൽ ഒരുപാട് ഇത് പോകും കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ ചില വീടുകളിലൊക്കെ ഉണ്ട്, എന്നാലും നമ്മളൊക്കെ ഇങ്ങനെ ഒരുപാട് അയൽ കെട്ടി ഇതാക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് മേടിക്കുന്നതാണ് എന്നല്ലേ. എന്നാൽ പിന്നെ നമുക്കിങ്ങനെ ഈ മഴയത്തൊക്കെ ഇങ്ങനെ ഈ അയൽ പിന്നെ ഒക്കെ അകത്തേക്ക് ഇടാനൊക്കെ എളുപ്പമാണല്ലോ. വെറുതെ ഇങ്ങനെ മുറ്റത്ത് ഒരുപാട് അയൽ വെയിലുള്ള ഭാഗത്തേക്കൊക്കെ നീക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിലൊരുപാട് സാധനം പോകും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ അലക്കിയതൊക്കെ കൊണ്ടുപോയി വേഗം മടക്കി വെക്കുക കേട്ടോ. എനിക്കിങ്ങനെ ഒക്കെ അപ്പം മടക്കി വെക്കണം, എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. പിന്നെ എന്താ ചോറൊക്കെ ഊറ്റി വെച്ചു. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.